അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീന റാസി. മെഹന്തി ആർട്ടിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. നമ്മുടെ മെഹന്തി ഫസ്റ്റ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ബേസിക് എലമെൻസിനെ കുറിച്ചാണ്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്ക് പഠിച്ചാലോ? നമുക്ക് ഫസ്റ്റ് ലൈൻസിനെ കുറിച്ച് പഠിക്കാം. തിൻ ലൈൻ വരയ്ക്കാൻ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ ബേസിക് എലമെൻസിന് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് നന്നായിട്ടും വൃത്തിയോടെയും വരയ്ക്കാൻ കഴിയുള്ളൂ. ഇനി ഒന്നാമത്തെ കാര്യം മെഹന്തി നല്ലതായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ സിങ്കാണ് ഉപയോഗിക്കുന്നത്. കയ്യിലിടാൻ വേണ്ടി നമ്മൾ ഓർഗാനിക് മേടിക്കുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഓർഗാനിക് മേടിച്ച് വേണം കയ്യിൽ ഇടാനായിട്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇടാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് തിൻ ലൈൻ വരയ്ക്കാം. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കൊണ്ടെത്തിക്കലാണ് തിൻ ലൈൻ. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ അതിലേക്ക് ടച്ച് ചെയ്ത് വരയ്ക്കുമ്പോൾ കുറച്ച് വളവൊക്കെ ഉണ്ടാവും. നമ്മളപ്പോൾ എന്താ ചെയ്യുക, അതിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മുകളിലേക്ക് മെഹന്തി ഉയർത്തി അടുത്ത അറ്റത്തേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ നമുക്ക് വളവൊന്നുമില്ലാതെ കിട്ടും. നിങ്ങൾക്കതിപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം വേറൊരു രീതിയിൽ. ഇതിപ്പോൾ ടച്ച് ചെയ്താണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടാമത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് അതിൽ ടച്ച് ചെയ്യാതെ, ഫസ്റ്റ് മാത്രം ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചാണ് വരയ്ക്കുന്നത്. വലിയ വളവൊന്നുമില്ലാതെ കിട്ടും നമുക്ക്. ബിഗിനേഴ്സൊക്കെ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ടും വൃത്തിക്കും വരയ്ക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കയ്യിലിട്ടാലും അതിൻ്റേതായ ഭംഗി ഉണ്ടാവുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഫസ്റ്റ് നമ്മൾ ടച്ച് ചെയ്തു ജസ്റ്റ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടെത്തിക്കുക. നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പോൾ വളവുകൾ സംഭവിക്കാറുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. അടുത്തത് നമുക്ക് രണ്ടാമത്തത് തിക്ക് ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്തത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് തിക്ക് ലൈനാണ്. അത് വളരെ എളുപ്പമുള്ളൊരു ലൈൻസാണ്. നമ്മൾ ഫസ്റ്റ് വരച്ച പോലെ തിൻ ലൈൻ വരച്ചതുപോലെ തന്നെയാണ് തിക്ക് ലൈനും. പക്ഷേ കുറച്ചുകൂടെ കട്ടിയുണ്ടായിരിക്കും എന്നുള്ളത് മാത്രം. നമുക്ക് വരച്ച് നോക്കിയാലോ? എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല കേട്ടോ. എന്നാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പഠിച്ചാലോ? ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ലൈൻസ് വരച്ചതുപോലെ വരയ്ക്കണം. ഫസ്റ്റ് ഒരു ലൈൻസ് വരയ്ക്കാം. നമ്മൾ ആദ്യം സാധാരണ രീതിയിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച പോലെ ഒരു ലൈൻ വരയ്ക്കാം. തൊട്ട് താഴെയായിട്ട് ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ലൈൻ വരച്ചില്ലേ, അതുപോലെ അങ്ങ് വരച്ചാൽ മതി തൊട്ട് താഴെയായിട്ട്. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് നടുക്ക് നിന്നും ഒരു ലൈൻസും കൂടെ സ്പേസ് ഉള്ള ഇടത്തേക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് ഫില്ലായി കിട്ടും. അപ്പോൾ തിക്ക് ലൈൻ ആവും. നമ്മളല്ലാതെ ഇട്ട് വരച്ചും കുറിച്ചും ഒക്കെ വയ്ക്കാനൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഒന്നുകൂടെ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സിങ്ക് ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അത് വരുന്നില്ല. കണ്ടോ? മനസ്സിലായോ? നമ്മൾ സ്പേസ് ഉള്ള ഇടത്ത് നിന്നും വീണ്ടും ഒരു ലൈൻസ് കൂടെ നടുക്കുന്ന് വരച്ചു കൊടുത്താൽ മതി. ആ ലൈൻസ് ഫില്ലായിക്കോളും. നമ്മൾ ചില മെഹന്തി ആർട്ടിസ്റ്റൊക്കെ വരയ്ക്കണ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയായിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്ത് വരയ്ക്കാതെ ഫസ്റ്റ് ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ലൈൻസ് കിട്ടും കേട്ടോ. തിക്ക് ലൈൻസ് മനസ്സിലായോ? ഇത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, നല്ല എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അടുത്തത് മൂന്നാമത്തെ എലമെൻറ്റ്സ് പഠിക്കാം. മൂന്നാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോട്ട്സ് ആണ്. നമ്മളൊക്കെ പല രീതിയിലും വരയ്ക്കുന്ന ഒന്നാണ് ഡോട്ട്സ്. പല രീതിയിലും വരയ്ക്കാറുണ്ട്.
റൗണ്ട് ഇട്ടിട്ട് അതിനകത്ത് കളർ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോഴൊന്നും വലിയ ഭംഗി ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. ഇപ്പോൾ ഡോട്ട്സ് ഇടാൻ പഠിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് സ്മോൾ ഡോട്ട്സ് എങ്ങനെയാണ് ഇടുന്നതെന്ന് പറയാം. ഇതാണ് സ്മോൾ ഡോട്ട്സ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അതാണ് സ്മോൾ ഡോട്ട്സ്. കുറച്ചുകൂടി വലിപ്പമുള്ള ഡോട്ട്സാണ് അത്. നമ്മൾ മെഹന്തി നമ്മൾ ഷീറ്റിൽ വെച്ചിട്ട്, ഇപ്പോൾ കയ്യിലാണ് ഇടുകയാണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അല്ലാതെ റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നത്തില്ല. നമ്മൾ അതിനകത്ത് ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഭംഗി വരില്ല. അത് തെറ്റാണ്. മുകളിൽ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് മെഹന്തി പിടിച്ച് ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. കുറച്ചുകൂടെ വലുത് വേണമെന്നുണ്ടെങ്കിൽ മെഹന്തി നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് 4ാമത്തേത് പഠിക്കാം. സാഗ് എന്നൊരു എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു എലമെന്റ്സ് ആയാലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളൊരു ഡിസൈൻ കണ്ടിട്ട് അതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ നോക്കരുത്. നമ്മൾ ഈ എലമെന്റ്സിനെ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് മെഹന്തി വൃത്തിക്ക് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും പ്രാക്ടീസിലൂടെ വേണം ഇത് വരയ്ക്കാൻ. അടുത്ത നമ്മൾ സിഗ്സാഗ്. നമ്മൾ ഒരുപാട് പേര് കയ്യിൽ വരയ്ക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ നമ്മൾ വരച്ചു കൊടുക്കാറുണ്ട്. ഇത് ഒരു ഡിസൈനാണ്, മനസ്സിലായോ? മുകളിലേക്ക് നമ്മളെ ഹംസ് പോലെ വരച്ചു കൊടുക്കുന്നതാണ്. ഇത് നമുക്ക് സ്മോളിലും ബിഗിലും വരയ്ക്കാൻ പറ്റും. നമ്മുടെ മെഹന്തി നല്ലതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കാൻ കഴിയും. ഇതാണ് ഒരു സിഗ്സാഗ് എന്നൊരു എലമെന്റ്സ് കേട്ടോ. അടുത്തത് നമ്മൾ 5ാമത്തേതാണ് വരയ്ക്കാൻ പോകുന്നത്. പുറത്ത് കുറച്ച് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ പണി നടക്കുകയാണ് കേട്ടോ. അതാണ് പുറത്ത് നല്ല ശബ്ദങ്ങളും കാര്യങ്ങളും കാറ്റും ഒക്കെ ഉണ്ട്, അതാണ് കേട്ടോ. അടുത്തത് നമ്മൾ 5ാമത്തെ പഠിക്കാൻ പോകുന്നത് വവ്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളെ ഒരുപാട് പേര് വരയ്ക്കാറുണ്ട് ആ എലമെന്റ്സ്. നമുക്ക് ആ ഡിസൈൻ ഒന്നും അറിഞ്ഞുകൂടാത്തവരൊക്കെ കൂടുതലും വരച്ചു കൊടുക്കാറുള്ളൊരു ഡിസൈനാണത്. ജസ്റ്റ് ഇങ്ങനെ ഈ പാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ വരയ്ക്കുന്നതാണ്. ഇത് നമുക്ക് ഒരുപോലെ കിട്ടണമെന്നില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് വരയ്ക്കാൻ കഴിയും കേട്ടോ. നമ്മൾ ലൈൻസ് വരച്ചപ്പോൾ കൈ വിട്ടിട്ട് വരച്ചല്ലോ, അതുപോലെ നമ്മൾ ഈ ഡിസൈനുകളെല്ലാം കൈ വിട്ട് വരച്ചാൽ നല്ല ഭംഗിക്ക് കിട്ടും. അതാണ് ബവ്സ്. അടുത്തതാണ് 6ാമത്തേത് നമ്മൾ ഹംബും സ്പൈറലുമാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഹംസ് വരച്ച ഒരു പൂവാണ് ഞാൻ നിങ്ങൾക്ക് വരയ്ക്കുന്നത്. ഞാൻ ആദ്യം സ്പൈറലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇനി അടുത്തതിന് പഠിക്കും. ഇതിപ്പോൾ നിങ്ങൾ സ്പൈറൽ വെച്ചിട്ട് ഹംസ് വരയ്ക്കുന്നതാണ്. ഇതാണ് ഹംസ്. നമ്മളൊരു ഫ്ലവർ വരയ്ക്കുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ഹംസ് ആണ്. സ്പൈറൽ വരച്ചിട്ട് ഹംസ് വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി അതിന് കൂടും കേട്ടോ. മെഹന്തി അത്ര പോരാ കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പുറത്തോട്ട് ഞാൻ മാറ്റി വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഹംസ്. ഇപ്പോൾ സ്പൈറൽ വരച്ച് ഹംസ് വരച്ച് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. നമ്മളിപ്പോൾ സാവകാശം വരച്ചാൽ മാത്രമേ നമുക്ക് മെഹന്തി നന്നായിട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ. നമ്മൾ സ്പീഡിനിപ്പോൾ വരയ്ക്കാൻ നമുക്ക് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ സ്പീഡിന് വരയ്ക്കാൻ നോക്കിയാൽ ഒന്നും നടക്കില്ല, വലിയ പാടായിരിക്കും. നമ്മൾ സമാധാനത്തോടെ പതുക്കെ വരച്ച് പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് വരയ്ക്കാൻ കഴിയും കേട്ടോ.
നമ്മൾ കുറച്ചുകൂടെ ബിഗ് ആയിട്ടുള്ളതാണ് വരയ്ക്കുന്നത്. വലിയ ബിഗ് അല്ല, ഒരു ലാർജ് സൈസ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് നമ്മൾ നല്ല പോലെ പോലെ ആണ് വരയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അടുത്തത് വരയ്ക്കുന്നത് കുറച്ചുകൂടെ ബിഗ് ആയിട്ടുള്ളതാണ്. നമ്മൾ അതിൻ്റെ സൈസ് കൂട്ടും തോറും അതിൻ്റെ ഭംഗിയും കൂടിക്കൊണ്ടിരിക്കും, വേറെ ഡിസൈൻ ആയിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് നമ്മൾ കൈ വിടാതെ വരയ്ക്കുക എന്നുള്ളതാണ്. സമാധാനത്തോടെ വരയ്ക്കുക. ഹംസ് നമ്മളങ്ങനെ സമാധാനത്തോടെ വരച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹംസ് കിട്ടത്തുള്ളൂ. അടുത്ത് നമുക്ക് നേരത്തെ മുകളിൽ പഠിച്ച സ്പൈറൽ പഠിക്കാം. സ്പൈറൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് പഠിക്കണ്ടേ? ഫ്ലവർ വരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് സ്പൈറലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ബുക്കിലോ നമ്മൾ ഷീറ്റിലോ എന്തെങ്കിലും വരച്ച് നോക്കുക. കയ്യിൽ അതിന് ശേഷം വരച്ച് നോക്കുക. ചെറിയൊരു നമ്മൾ റൗണ്ട് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു റൗണ്ട് പോകുന്ന പോലെ കൊടുക്കുക. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നമ്മൾ വെറുതെ ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് അതിനകത്ത് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് വരയ്ക്കുമ്പോൾ അതിലൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ വെറുതെ കുറച്ചും വെക്കുന്ന പോലെ അങ്ങനെ തോന്നും. കണ്ടോ വരച്ചേക്കുന്നേ? അതൊരു ഭംഗിയായിട്ട് തോന്നത്തില്ല. ചിലരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും വരയ്ക്കുന്നത്. നമ്മൾ സ്പൈറൽ ഇനി ഞാൻ വേറെ മോഡൽ കാര്യങ്ങൾ കാണിച്ചു തരുമ്പോൾ ഞാൻ നന്നായിട്ട് വരയ്ക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലൈൻസ് വിത്ത് ഡോട്ട്സ്. നമ്മൾ മുകളിൽ വരച്ചിട്ടുണ്ട്, ലൈൻസും വരച്ചിട്ടുണ്ട്, ഡോട്ട്സും വരച്ചിട്ടുണ്ട്. അത് കൂടുതലും മെഹന്തിയിൽ ഉപയോഗിക്കാറില്ല. അത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നല്ല. പക്ഷേ എളുപ്പമാണ്. നമ്മൾ ചിലരൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ വരച്ചിട്ട് ഡോട്ട്സ് ഇട്ട് പോവാറുണ്ട്. പക്ഷെ അതിനൊരു ഭംഗി ഉണ്ടാവത്തില്ല. നമ്മൾ ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ലൈൻസ് വരയ്ക്കുക. നമ്മൾ മുകളിൽ കാണിക്കുന്ന പോലെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക. നമ്മളെങ്ങനെയാണ് ലൈൻസ് വരച്ചതെന്ന് മനസ്സിലായല്ലോ. അല്ല, മെഹന്തി എത്ര പോരാ, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഡോട്ട്സ് ഇടുക. കണ്ടോ, നമ്മൾ മെഹന്തി അവിടെ വെച്ചിട്ട് നമ്മൾ സാധാ ഡോട്ട്സ് ഇട്ട് പഠിച്ച പോലെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുക. അതാണ് മെയിൻ. അടുത്ത ഡിസൈൻ നമ്മൾ നല്ലൊരു വലിയ ഡോട്ട്സ് എടുക്കുക, ചെറിയ ഡോട്ട്സ് കൊടുക്കുക, സ്മോള് ബിഗ് അങ്ങനെ കൊടുത്തു നോക്കുക. അപ്പോൾ നമുക്കൊരു മോഡൽ കൂടെ കിട്ടും. ഇത് വലിയ മെഹന്തി ആയതിനൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ട് ഉണ്ട്. ഇതാണ് ലൈൻസ് വിത്ത് ഡോട്ട്സ്. ഒന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വിട്ടുപോകാറില്ലേ? വിട്ടുപോകുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമുക്ക് എത്ര വലിയ ഡോട്ട്സുകൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് 9ാമത്തെ എലമെന്റ്സ് പഠിക്കാം. ലീഫ് ആൻഡ് ലീവ്സ്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ലീഫ് ആൻഡ് ലീവ്സ്. അതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് ഈ ഇലകളൊക്കെ വരയ്ക്കാറില്ലേ? ഇലകളൊക്കെ വരയ്ക്കുന്ന പോലെ നമ്മൾ വരയ്ക്കും, പക്ഷെ നമുക്കത് ശരിയാവത്തില്ല. മൊട്ട് പോലെ വരയ്ക്കും, പക്ഷെ അത് ശരിയാവത്തില്ല. നമുക്കതിൻ്റെ ഒരു ഭംഗി വരത്തില്ല. ഒരു ഭാഗം ചിലപ്പോൾ കൂടിപ്പോവും, ഒരു ഭാഗത്ത് ചിലപ്പോൾ കുറഞ്ഞു പോവും. അപ്പോൾ അത് ഭംഗിയായിട്ട് വരത്തില്ല. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അത് പഠിക്കാം കേട്ടോ. ചെറിയൊരു വര കൊടുത്തിട്ട്, അതിനകത്ത് കാണിക്കുന്ന പോലെ ചെറിയൊരു വര കൊടുത്തിട്ട് നമ്മൾ മെഹന്തി അവിടെ നമ്മൾ ഡോട്ട്സിന് ഞെക്കാറില്ലേ, അതുപോലെ ഞെക്കി ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊരു വര കൊടുത്ത്, ചെറിയൊരു വര കൊടുത്ത് നമ്മൾ മെഹന്തി ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വലിച്ചുകൊണ്ട് വരുമ്പോൾ, നമ്മൾ ഞെക്കിക്കൊണ്ടിരുന്ന് അങ്ങ് താഴോട്ട് വരുമ്പോൾ കയ്യിൽ പുഷിങ് കുറയ്ക്കുക. അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി അതിന് കിട്ടും. ഇപ്പോൾ വരയ്ക്കുന്ന പോലെ കേട്ടോ.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ചെറിയൊരു വര കൊടുത്ത് കണ്ടോ, ചെറുതായിട്ട് വരച്ച് 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 വരണം കേട്ടോ. അടുത്തത് നമുക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാം. 10ാമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് ഹാർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഹാർട്ട് വരച്ച് നോക്കിയാലോ. ചിലർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് അത് അറിയത്തില്ല കേട്ടോ. കഷ്ടം, അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പലരും പല രീതിയിലാണ് വരയ്ക്കുന്നത്. വരച്ചവരെയൊക്കെ നോക്കിയിട്ട് അവർ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊന്നും ശരിയാവാറില്ല. വിഷമം തോന്നും, അയ്യോ ഞാൻ എന്താ വരച്ചത് മാത്രം ഇങ്ങനെ ശരിയാവാത്തേ, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഹാർട്ട് വരയ്ക്കാം. ചിലർ ഇങ്ങനെയാണ് ഹാർട്ട് വരയ്ക്കുക. നമുക്ക് അത് വലുതായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചാലല്ലേ പറ്റുള്ളൂ. ചിലർ ഇങ്ങനെ വരയ്ക്കാറുണ്ട്, ചിലർ ഇതാണ് മെയിനായിട്ടുള്ള ഹാർട്ട്. അത് നോക്കാം. മെഹന്തി ചതച്ചിട്ടോ. അടുത്തത് വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഞെക്കി താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ, അത് ഹാർട്ടായില്ലേ? കണ്ടോ, ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പുറത്തും അതുപോലെ ഒരെണ്ണം വലിച്ചു കൊടുക്കുമ്പോൾ അത് ഹാർട്ടാവും. നിങ്ങൾ കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് താഴോട്ട് വരിക. അടുത്തതും ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചിട്ട് താഴോട്ട് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അടുത്ത ക്ലാസ് അടുത്ത ദിവസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കല്ലേ.